പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 23, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ പരീക്ഷകളിലും നമുക്കറിയാം കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. നമുക്ക് ഏതൊരു പരീക്ഷയിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ഓഗസ്റ്റ് 22 ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഗോവിന്ദ് രാജൻ പത്മനാഭൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സയൻസ് മേഖലയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയൊരു പുരസ്കാരമാണ്, ഒരു പുതിയ അവാർഡ് ആണ് വിജ്ഞാൻ രത്ന പുരസ്കാർ. ഇന്നലെ ഓഗസ്റ്റ് 22 സയൻസ് അവാർഡുകൾ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ശാസ്ത്രജ്ഞർക്ക് നൽകി ആദരിച്ചു. ഇതിൽ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന അവാർഡ് ആണ് വിജ്ഞാൻ രത്ന പുരസ്കാർ. ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഗോവിന്ദ് രാജൻ പത്മനാഭനാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബയോകെമിസ്റ്റും അതുപോലെ തന്നെ ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഫോർമർ ഡയറക്ടറാണ് ഗോവിന്ദ് രാജൻ പത്മനാഭൻ. ഇദ്ദേഹമാണ് ആദ്യത്തെ വിജ്ഞാൻ രത്ന പുരസ്കാർ നേടിയിട്ടുള്ളത്. കൂടാതെ 13 വിജ്ഞാൻ ശ്രീ പുരസ്കാരം, 18 വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസും ഒരു വിജ്ഞാൻ ടീം അവാർഡും ഇന്നലെ നൽകി ആദരിച്ചു. ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിലെ ഗണതന്ത്ര മണ്ഡപത്തിൽ വെച്ചാണ്. 2024 സിയറ്റ് മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ്? രോഹിത് ശർമ്മ. സിയറ്റ് മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് 2024 ലഭിച്ചിട്ടുള്ളത് രോഹിത് ശർമ്മയ്ക്കാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 21 മുംബൈയിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് സിയറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഇതിൽ മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് രോഹിത് ശർമ്മയ്ക്കും, രാഹുൽ ദ്രാവിഡിനാണെങ്കിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും, മെൻസിലെ വൺ ഡേ ഇന്റർനാഷണൽ ബാറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലി, ബൗളേഴ്സിലാണെങ്കിൽ മെൻസ് ടെസ്റ്റ് ബൗളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത് മുഹമ്മദ് ഷാമിയാണ്. കൂടാതെ എക്സലൻസ് ഇൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ ഇത് ലഭിച്ചിട്ടുള്ളത് BCCIയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജയ് ഷാക്കാണ്. ഇതിലെ പ്രധാനപ്പെട്ട അവാർഡ് ആയിട്ടുള്ള മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രോഹിത് ശർമ്മയ്ക്കും, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ളത് രാഹുൽ ദ്രാവിഡും, എക്സലൻസ് ഇൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ BCCI സെക്രട്ടറി അജയ് ഷാക്കാണ്. ജയ് ഷാ ആണ് ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. നാസ്കോമിന്റെ നിയുക്ത ചെയർമാനായി ആരെയാണ് നിയമിച്ചത്? രാജേഷ് നമ്പ്യാർ. IT ഇൻഡസ്ട്രിയിലെ ഒരു ബോഡിയാണ് നാസ്കോം. നാസ്കോം എന്നാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനീസ്. നാസ്കോമിന്റെ പുതിയ ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് രാജേഷ് നമ്പ്യാറിനാണ്. ഈ ഒരു സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നത് 2024 നവംബറിലായിരിക്കുള്ളൂ. ഇപ്പോഴത്തെ നാസ്കോമിന്റെ ചെയർമാൻ ആണ് ദേബ്ജാനി ഘോഷ്. ഇനി വരാൻ പോകുന്ന നാസ്കോമിന്റെ ചെയർമാൻ ആയിരിക്കുള്ളൂ രാജേഷ് നമ്പ്യാർ. നാസ്കോമിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ഉത്തർപ്രദേശിലെ നോയിഡ. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1988 നാസ്കോം എന്നാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനീസ്. സ്പോർട്സിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത് ഏത് കായിക മേഖലയിലാണ് കളിക്കുന്നത്? ടേബിൾ ടെന്നീസ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് 24 വയസ്സുള്ള അർച്ചന കാമത്ത് ടേബിൾ ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന കാര്യം. 24 വയസ്സുള്ള അർച്ചന കാമത്ത് 9ാമത്തെ വയസ്സിൽ ആണ് ടേബിൾ ടെന്നീസ് എന്ന കായിക ഇനത്തിലേക്ക് പരിശീലനം ആരംഭിച്ചിട്ടുള്ളതും. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടേബിൾ ടെന്നീസ് താരമായിരുന്നു അർച്ചന കാമത്ത്. എന്നാൽ മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടി സ്പോർട്സ് രംഗം വിടുകയാണെന്നാണ് അർച്ചന കാമത്ത് പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ അർച്ചന കാമത്ത് ടേബിൾ ടെന്നീസിന്റെ പാരീസ് ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുള്ള ഒരു കായിക താരമായിരുന്നു. പുതിയ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? ഗോവിന്ദ് മോഹൻ. സീനിയർ IAS ഓഫീസർ ആയിട്ടുള്ള ഗോവിന്ദ് മോഹൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റെടുത്തു. ഇപ്പോഴത്തെ യൂണിയൻ ഹോം സെക്രട്ടറിയാണ് അജയ് കുമാർ ഭല്ല. അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചു. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഗോവിന്ദ് മോഹൻ യൂണിയൻ ഹോം സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് അമിത് ഷാ. ഇന്ന് കറണ്ട് അഫേഴ്സ് വളരെ കുറവാണ്. കാരണം മിക്കവാറും പത്രങ്ങളിൽ തന്നെ എടുത്തു പറയുന്ന ലെവലിലുള്ള കറണ്ട് അഫേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഇന്നലെ ഓഗസ്റ്റ് 22 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് പേരിലാണ് ONGC അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം ONGC വിദേശ് ലിമിറ്റഡ്. ONGC വിദേശ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഇന്റർനാഷണൽ ലെവലിലെ ONGC അറിയപ്പെടുന്നത്. 1989 ജൂൺ 15 തീയതിയാണ് ONGC വിദേശ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. 89 ജൂൺ 15 തീയതി മുതൽ ONGC വിദേശ് ലിമിറ്റഡ്, അതായത് OVL. ഇന്നിപ്പോൾ 17 രാജ്യങ്ങളിലായിട്ട് 38 പ്രൊജക്ട്സ് ആണ് ONGC വിദേശ് ലിമിറ്റഡിന് ഉള്ളത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഓഗസ്റ്റ് 22 ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഗോവിന്ദ് രാജൻ പത്മനാഭൻ. 2024 സിയറ്റ് മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ്? രോഹിത് ശർമ്മ. നാസ്കോമിന്റെ നിയുക്ത ചെയർമാനായി ആരെയാണ് നിയമിച്ചത്? രാജേഷ് നമ്പ്യാർ. സ്പോർട്സിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത് ഏത് കായിക മേഖലയിലാണ് കളിക്കുന്നത്? ടേബിൾ ടെന്നീസ്. പുതിയ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? ഗോവിന്ദ് മോഹൻ. ഇന്ന് ഓഗസ്റ്റ് 23. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വെൻ ഇസ് ദി നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റഡ്? എപ്പോഴാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത്? ഈ ചോദ്യത്തിന് 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.